കനത്ത ആക്രമണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക. ആവശ്യമെങ്കിൽ ഇറാനിൽ കരസേന ഇറങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ ഇസ്രായേൽ സൈനിക നടപടികൾക്കിടെ തിരിച്ചടി തുടർന്ന് ഇറാൻ. സൗദിയിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം തുടങ്ങി. ദുബായിലെ തങ്ങളുടെ സൈനിക കേന്ദ്രം ഇറാൻ ആക്രമിച്ചെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കി. ഇസ്രായേലും ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ലെബനനും യുദ്ധക്കളമാണ്. വടക്കൻ ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് വ്യോമത്താവളം ആക്രമിച്ചെന്നാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും ഒടുവിലത്തെ അവകാശവാദം. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഓടിച്ചാൽ കത്തിക്കുമെന്നാണ് IRGCയുടെ ഭീഷണി. ഇങ്ങനെ 4ാം ദിനവും മധ്യപൂർവ്വയിലെ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. പി ജെയിംസ്, ബി ദിലീപ് കുമാർ, മുഹമ്മദ് റഹീസ്, ജലീൽ കണ്ണമംഗലം എന്നൊരു ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ആദ്യം ഞാൻ ജലീലിലേക്ക് തന്നെ പോകുന്നു. ആദ്യം ജെയിംസ് ആലേക്ക്. പി ജെയിംസ്, ഇവിടെ 4ാം ദിവസമായി എല്ലാവരും കരുതിയത് നമ്മൾ ആ 12 ഡേ വാറിൽ കണ്ടതുപോലെ ആദ്യത്തെ ഒരാക്രമണം കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിന്റെ വെളിച്ചം കാണുമെന്നായിരുന്നു. അങ്ങനെ ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മണിക്കൂർ കഴിയുന്തോറും ആക്രമണം കടുക്കുന്നു. വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കാൻ അമേരിക്കയും തയ്യാറല്ല. ജെയിംസ്. ഹാഷ്മി, കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. 4ാം ദിവസം എത്തുമ്പോൾ അയവില്ലാതെ തന്നെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഏതാണ്ട് 10-13 രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സൗദിയിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. സൗദിയിലെ നേരത്തെ ഇന്നലെ അരാംകോയിലെ റിഫൈനറിക്ക് നേരെ ഡ്രോണുകൾ അയച്ചിരുന്നു. ഇപ്പോൾ സൗദിയിലെ റിയാദിൽ അമേരിക്കൻ എംബസിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അവിടെ തീയും പുകയൊക്കെ ഉണ്ടായി. പക്ഷെ അത് തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ട്രംപ് ക്ഷുഭിതനാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് വേവ് ഓഫ് അറ്റാക്ക് വരികയാണ്, ബിഗ് അറ്റാക്ക് ഈസ് കമ്മിങ് എന്നുള്ള രീതിയിലാണ്. ഇതുവരെ പറഞ്ഞിട്ട് കുറേ സമയമായി, ഇതുവരെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ വലിയ അറ്റാക്ക് വരും എന്നുള്ളത് കൊണ്ട് ഇറാൻ സജ്ജമായിരിക്കുകയാണ്. ഇറാനിൽ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. 700 കവിഞ്ഞു എന്നുള്ളത് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്ക് 1000-ലേറെയായി എന്നുള്ളതാണ്. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കരയുദ്ധം വേണ്ടി വന്നാൽ ചെയ്യുന്നതാണ്. ഹാഷ്മി, അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ട്രംപിനവിടെ പറയാം, പക്ഷെ കരയുദ്ധത്തിന് ഇറങ്ങിയാൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് അമേരിക്കൻ സൈനികർ മരിച്ചു വീഴും. അത് താങ്ങാൻ പറ്റൂ ട്രംപിന്. ട്രംപ് 4 പേര് കൊല്ലപ്പെട്ടപ്പോൾ തന്നെ അവിടെ വലിയ ആദരാഞ്ജലി അർപ്പിച്ച് ഇത് ചെയ്യുന്നുണ്ട്. 4 ഇപ്പോൾ 6ആയി. 6 സൈനികർ കൊല്ലപ്പെട്ടു. പക്ഷേ കരയുദ്ധത്തിൽ വളരെ സജ്ജരായിട്ടുള്ള ഇറാൻ സേന, ഇന്ത്യയുടെ സേനയെ പോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ, ഇറാഖുമായിട്ടൊക്കെ യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്ത് പരിചയസമ്പന്നരായ ഒരു സേനയാണ് അവിടെ ഉള്ളതെന്ന് ഓർക്കണം. എന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളോട്, പ്രക്ഷോഭകാരികളോടും ഏറ്റുമുട്ടി എപ്പോഴും എൻഗേജ്ഡാണ്. അപ്പോൾ ഇറാനിൽ ചെന്ന് ഇറാനെ ഒരു കരയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓർക്കുന്നുണ്ടാവും, 9/11 ശേഷം, ട്വിൻ ടവർ തകർത്തതിന് ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കയറി താലിബാനെതിരെ യുദ്ധം ചെയ്തപ്പോൾ 2001 യുദ്ധം ചെയ്ത സമയത്ത് 3 ആഴ്ച ബോംബാർഡ്മെന്റ് നടത്തി അവിടെ മുഴുവൻ അഫ്ഗാനിസ്ഥാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ ചെറിയൊരു രാജ്യമാണ്, അല്ലെങ്കിൽ ചെറിയ സേനയാണ്. 3 ആഴ്ച ആക്രമണം നടത്തിയ ശേഷമാണ് അവർ കരയുദ്ധം നടത്തിയത്. കരയുദ്ധത്തിനെ നേരിടാനുള്ള ഒരു സേന അഫ്ഗാനിസ്ഥാനിൽ ഇല്ലായിരുന്നു. താലിബാന്റെ സേനയൊക്കെ ചെറിയ സേനയാണ്. പക്ഷെ ഇറാൻ അതല്ല. പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയുള്ളതാണ്. എന്ന് മാത്രമല്ല, റവല്യൂഷണറി ഗാർഡ്സ് അടക്കം അവർ വലിയ ഒരു 3-4 ലെയർ ഓഫ് പോലീസ് ആൻഡ് സൈന്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ട്രംപ് ഇതൊരു വിരട്ടൽ മാത്രമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ ഈ ആകാശത്തൂടെ വന്ന് യുദ്ധവിമാനങ്ങൾ ബോംബിട്ടാലും അതുപോലെ തന്നെ അവിടെ ചെന്ന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലും അടിച്ചാലും ഇറാൻ വീഴാൻ പോകുന്നില്ല. ഇറാനെ വീഴ്ത്തണമെങ്കിൽ കരയുദ്ധം വേണ്ടി വരും. കരയുദ്ധത്തിന് അതിനുള്ള ആൾശേഷിയില്ല. അതുകൊണ്ട് ബ്രിട്ടൻ ഇതിൻ്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവിടെ ഭരണമാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് സഖ്യകക്ഷിയായ ബ്രിട്ടനാണ്. പക്ഷെ ബ്രിട്ടൻ ഈ യുദ്ധം മുറുകിയപ്പോൾ അവരുടെ സേനാ താവളങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിനെ ബ്രിട്ടൻ അടി കിട്ടി. യൂറോപ്പിൽ ആദ്യമായി ഇറാന്റെ മിസൈൽ പതിച്ചു സൈപ്രസിൽ. അത് തടഞ്ഞിട്ടു എന്ന് പറയുന്നു. പക്ഷെ അവിടെ ഗോളൊക്കെ ഉണ്ടായി. എന്തായാലും ബ്രിട്ടന് നേരെ ആദ്യത്തെ പ്രയോഗം നടത്തിയത് ഇറാനാണ്. ഇറാൻ സൗദിയിലെ കിങ് ഫഹദ് ക്രോസിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. 5 പാലങ്ങളായിട്ട് സൗദിയെയും ബഹ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ UAE-യിൽ അവർ ആക്രമിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ താവളമാണ്. യുദ്ധത്തിന് മുമ്പ് ഇറാനെതിരെ ആക്രമണം വേണ്ട എന്ന് പറഞ്ഞ രാജ്യമാണ് ഓസ്ട്രേലിയ. പക്ഷെ ഓസ്ട്രേലിയയുടെ താവളം അവിടെ ദുബായിൽ ആക്രമിച്ചിരിക്കുന്നത്. UAE-യിൽ ശരിക്കും പറഞ്ഞാൽ ഫോർമലായിട്ടൊരു
US-ന്റെ താവളമില്ല. എന്നിട്ട് പോലും UAE-യിലേക്ക് 100 കണക്കിന് ഡ്രോണുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ അയച്ചത്. ഇറാൻ എല്ലായിടത്തും ടെറിഫൈ ചെയ്യുകയാണ്. അവരോട് പറയുന്നത് $50,000 കോടി ബിസിനസ്സാണ് UAE-യിൽ, ദുബായിലും അബുദാബിയിലുമായിട്ട് നടക്കുന്നത്. $50,000 കോടി എന്ന് പറഞ്ഞാൽ 45 ലക്ഷം കോടിയാണ്. ഇപ്പോൾ വിമാന സർവീസുകൾ നിർത്തിയിരിക്കുന്നു, ബിസിനസ് നടക്കുന്നില്ല, കടകൾ അടച്ചിട്ടിരിക്കുന്നു, ഇത് ഓഹരി വിപണി ഇടിയുന്നു, എണ്ണവില കുത്തനെ ഉയർന്നു, ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾ കത്തിക്കും എന്നുള്ള ഭീഷണിയെ തുടർന്ന് കപ്പലുകളൊക്കെ വഴിമാറി പോവുകയാണ്. കാരണം ഒരു കപ്പൽ കത്തിയാൽ ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് കപ്പലുകളൊന്നും ആ റൂട്ടിലൂടെ വരുന്നില്ല. ഇതേ സമയം തന്നെ അമേരിക്കയുടെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഏതാണ്ട് 165 യുദ്ധവിമാനങ്ങളുമായി കടലിൽ കിടക്കുകയാണ്. അവർ ഏത് സമയവും ടോമഹോക്ക് മിസൈലുകളുമായും യുദ്ധവിമാനങ്ങളൊക്കെ അവിടുത്തെ 165 യുദ്ധവിമാനങ്ങൾ നല്ലൊരു പങ്കും ഇറാനിൽ ആക്രമണം നടത്താൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും പൊതുവെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്ന മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും തകർത്തിടാനുള്ള നല്ല സംവിധാനം, പാട്രിയോട്ട് മിസൈൽ വേദ സംവിധാനം UAE-യിലുണ്ട്, സൗദിയിലുണ്ട്, മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് അത് തകർത്ത് കളയാണ്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കുവൈറ്റിലാണ്. കുവൈറ്റിൽ കാണേണ്ടത്, കുവൈറ്റിൽ 3 F-15 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അബദ്ധത്തിൽ വെടിവെച്ചിട്ടു കുവൈറ്റിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ കുവൈറ്റിൻ്റെ വ്യോമസേന. അതിനവർ പറയുന്ന ന്യായം, ഇത് പുറത്തുനിന്ന് ഒരു അക്രമി വന്നാൽ വെടിവെച്ചിടാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പാട്രിയോട്ട് മിസൈൽ സംവിധാനം. മേജർ ജനറൽ ജോസഫ് തലയൻ അടക്കമുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ കുവൈത്തിന്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം അമേരിക്കയുടെ പേട്രിയറ്റാണ്. അമേരിക്കയുടെ പേട്രിയറ്റിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അതിൽ കോഡഡാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അറിയാതെ പോലും ഒരു അമേരിക്കൻ വിമാനം ആ പേട്രിയറ്റ് സംവിധാനം എഴുതിയിടില്ല. അതങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റെന്താണ് ഉണ്ടായത്? അത് കുവൈത്തിന്റെ അവകാശവാദം മാത്രമാണോ എന്ന കാര്യം നമുക്കറിയില്ല. ഞാൻ ജെയിംസ് സാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.